afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് എടുത്ത് പോകാം. അപ്പൊ നമ്മൾ എവിടെയും വരെ അടുത്ത് നിർത്തിയത് ടൈം മാനേജ്മെന്റ് തുടങ്ങിയെടുക്കാം അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് എടുക്കാം. എന്താണ് ടൈം മാനേജ്മെന്റ് അല്ലെ? തീർച്ചയായിട്ടും നമ്മൾ പല കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോകണം എന്നുള്ളതാണ് പറഞ്ഞത് അല്ലെ? ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താണ് കൃത്യമായിട്ട് നല്ലൊരു ഓർഗനൈസേഷനെ ചെയ്തു പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എടുത്ത് പറഞ്ഞത്. അതിലെ ലാസ്റ്റ് പോയിന്റ് ആണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? ടൈം മാനേജ്മെന്റിൽ എന്താണ് പ്രത്യേകമായിട്ട് പറയുന്നത്? അതായത് ടൈം മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ആൻഡ് പ്ലാനിങ് ഹൗ ടു ഡിവൈഡ് യുവർ ടൈം ബിറ്റ്വീൻ ഡിഫറെന്റ് ആക്ടിവിറ്റീസ്. നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിൽ അല്ലെ കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ടൈമിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കും അല്ലെ? ഇൻ കേസ് ഒരു ചിട്ടയും ഇല്ലാതെ ഒരു എന്താ പറയുന്നത് തോന്നുന്ന മാതിരി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഒരു ഫിനിഷിങ്ങും ഇല്ലാതെ ഒരു സമയത്തിന് നമുക്ക് ഒരു കാര്യം ചെയ്തെടുക്കാനായിട്ട് സാധിക്കാതെ വരും അല്ലെ? അപ്പൊ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമുക്കറിയാം അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് നടപ്പാക്കേണ്ടതുണ്ട് അല്ലെ? അപ്പൊ കൃത്യമായിട്ട് ഒരു വെൽ പ്ലാനിലൂടെ ഇത്ര ടൈമിലൂടെ ഇത് ചെയ്ത് തീർക്കണം, ഇത്ര ടൈമിലുള്ള അടുത്ത കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ഒരു കൃത്യമായ ഒരു വെൽ പ്ലാനോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം. സോ ടൈം മാനേജ്മെന്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ആൻഡ് പ്ലാനിങ് ഹൗ ടു ഡിവൈഡ് യുവർ ടൈം അല്ലെ? നമ്മുടെ ടൈം എങ്ങനെ ഈ ഒരു വലിയൊരു ടാസ്ക് ആണ് ചെയ്യണമെങ്കിൽ ആ ടാസ്ക് എങ്ങനെ ഈ ടൈമിനുള്ളിൽ ചെയ്തു തീർക്കാം. ഫസ്റ്റ്ലി നമ്മൾ ഇത്രത്തോളം കൈകാര്യം ചെയ്യണം. അങ്ങനെ നല്ല രീതിയിലൊരു അറേഞ്ച്മെന്റ് അല്ലെ പരിസ്ഥിതി തീർക്കണം. അങ്ങനെ ഒരു പ്ലാനിങ്, അങ്ങനെ ഒരു ആസൂത്രണം ഉണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. വരുന്ന ഒരു വലിയ ടാസ്കിനെ നമ്മൾ എത്രത്തോളം ഡിവൈഡ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള പ്രോസസ്സാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് സമയക്രമം അല്ലെ? സമയത്തിന്റെ ക്രമീകരണം. 6 സ്റ്റെപ്സ് ആണ് ബെറ്റർ ടൈം മാനേജ്മെന്റിനായിട്ട് പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോ ടൈം മാനേജ്മെന്റ് എന്താണെന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി തന്നെ വെക്കാം. എന്താണ് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ് ആൻഡ് പ്ലാനിങ് ഹൗ ടു ഡിവൈഡ് യുവർ ടൈം ബിറ്റ്വീൻ ഡിഫറെന്റ് ആക്ടിവിറ്റീസ്. അതിലെ 6 സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ഹൗ ലോങ് തിങ്സ് ടേക്ക്. ഓക്കെ, എത്രത്തോളം വലിയൊരു കാര്യമാണെന്നുള്ളത് അത് തന്നെ കണ്ടുപിടിക്കും. ഓക്കെ, ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ 1-2 ആഴ്ചകൾ എടുക്കുമോ അല്ലെ? അങ്ങനത്തെ കൃത്യമായിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആ ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. ഓക്കെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെ? വലിയ ഇപ്പൊ പഠിക്കുന്ന കാര്യമാണെങ്കിലും കുട്ടികളെ കൊണ്ട് ഒന്നിച്ച് പഠനമായിട്ട് പഠിക്കാനായിട്ട് കൊടുത്താൽ അവർ പഠിക്കുമോ? ഇല്ല അല്ലെ? അപ്പൊ അവിടെ കൃത്യമായിട്ട് തന്നെ ഒരു ടൈം മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് കുട്ടികളാണെങ്കിലും അത് കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് തരുള്ളൂ അല്ലെ? അപ്പൊ എല്ലാ കാര്യം ഇങ്ങനെ തന്നെയാണ്. കേസ് ഓർഗനൈസേഷനിലാണെങ്കിൽ നമുക്കറിയാം അത് എത്രത്തോളം വലിയ ഒരു അല്ലെ ടൈം എടുക്കുന്ന ഒരു സംഭവമാണെന്നുള്ളത് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. It can be helpful for you to track your time for a while so that you can establish how much time you spend on different activities. So അങ്ങനെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ഇന്ന കാര്യങ്ങൾ ഇതിപ്പോ നമുക്കൊരു സമയത്തിന്റെ ഒരു നിശ്ചിത ബോധ്യം കൂടെ ഉണ്ടെങ്കിൽ ഇന്ന ടൈമിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ന ആഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ നമുക്കറിയാം എക്സാം ബോർഡിന് ടൈമിനുള്ളിലാണ് കുട്ടികൾ പഠിച്ച് തീർക്കേണ്ടതെങ്കിൽ നമുക്കറിയാം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുക അല്ലെ? അപ്പൊ എന്ന് പറഞ്ഞ മാതിരി തന്നെ ആ ടാസ്ക് ഫിനിഷ് ചെയ്യേണ്ട ഒരു ടൈം കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തന്നെ നമുക്ക് ടൈം അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഫൈൻഡ് ഔട്ട് ഹൗ ലോങ് ടൈം
അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യുക ആ കാര്യം ചെയ്തു തീർക്കാനായിട്ട് എത്രത്തോളം സമയം എടുക്കും എന്നുള്ളതാണ് ആദ്യം തന്നെ കണ്ടെത്തേണ്ടത്. സെക്കൻഡ് എന്ന് പറയുന്നത് സെറ്റ് പ്രയോറിറ്റീസ്. ഓക്കെ, വരുന്ന ആ ഒരു വലിയ ടാസ്ക് എത്രത്തോളം സമയം എടുക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്, ആദ്യം ചെയ്തു തീർക്കേണ്ടത് എന്താണ്, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെ. നമ്മുടെ മുമ്പിൽ ഇപ്പൊ രാവിലെ എണീക്കുമ്പോൾ മുതൽ നമ്മുടെ മുമ്പിലും ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും അല്ലെ. പക്ഷെ അതിൽ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ചെയ്ത് തീർക്കും. കാരണം അത് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അത് ചെയ്ത് തീർക്കാതെ പറ്റില്ല അല്ലെ, അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ സെറ്റ് പ്രയോറിറ്റീസ് അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. ടൈം മാനേജ്മെന്റിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളതെന്ന് മനസ്സിലാക്കുക. തേർഡ് വൺ എന്ന് പറയുന്നത് പ്ലാൻ ഇനഫ്. ഓക്കെ, മതിയായ ഒരു പ്ലാൻ ഉണ്ടാവണം. തീർച്ചയായിട്ടും നമുക്ക് ഒരു ആസൂത്രണം ഉണ്ടാവണം. ഒരു കെയർലെസ് ആയിട്ട് നമ്മൾ രാവിലെ എണീക്കുന്നു, എന്താ പറയുക, ബെഡില് സ്ലീപ്പ് ചെയ്യാൻ പോകുന്നവരേക്കും എങ്ങനെയൊക്കെയോ സമയം പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തിന് വലിയ വാല്യൂ ഉണ്ടാവില്ല അല്ലെ. സമയത്തിന് നല്ല മൂല്യങ്ങൾ കൽപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതില് അടുപ്പിച്ചിട്ടോടുകൂടി ക്രമീകരണം വേണം. അതിനൊരു പ്ലാൻ മസ്റ്റ് ആയിട്ടും ആവശ്യമാണ്. തേർഡ് എന്ന് പറയുന്നത് പേഴ്സണൽ പെർഫോമൻസ് കർവ്. തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ഓർഗനൈസേഷനൊക്കെ ആകുമ്പോൾ ഓരോ വ്യക്തികളൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പൊ അവരുടെ പ്രകടനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഗ്രഹിക്കണം അല്ലെ. നമ്മളൊരു വർക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ടാസ്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു, അതിൽ പ്രയോറിറ്റി എന്താണെന്ന് കൃത്യമായിട്ട് നിർണ്ണയിച്ചു കൊടുക്കുന്നു. അത് മാത്രമല്ല ആ വ്യക്തിയെ കൊണ്ട് പറ്റുമെന്നുള്ളൊരു ധാരണയും കൂടിയും ഉണ്ടാവണം അല്ലെ. അത് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് അല്ലെ ഇന്ന സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണയും കൂടി നമുക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ബ്രേക്ക് പ്രൊജക്ട്സ് ഡൗൺ ഇൻ ടു സ്മാൾ സ്റ്റെപ്സ്. ഓക്കെ, നമ്മളിപ്പോ വേണമെങ്കിൽ ആ ഒരു പ്രൊജക്ടിനെ ചിലപ്പോൾ വേണമെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് പക്ഷെ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്താണ് അത് വേണമെങ്കിൽ ഒരു ചെറിയ ബ്രേക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ലഭ്യമാക്കി കൊടുക്കാം അല്ലെ. ആദ്യം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു ഉദ്ദേശിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഒരു സപ്പോർട്ടിനെയും കൂടി നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കും. അല്ലെങ്കിൽ അത് സ്റ്റെപ്പായിട്ട് അല്ലെ കുറച്ചും കൂടി കുറച്ച് ലഘൂകരിച്ച് കൊടുക്കാനുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് അടുത്തതിൽ പറയേണ്ടത്. ലാസ്റ്റ് വേണം ഇവാലുവേഷൻ അല്ലെ. ഇവാലുവേഷൻ എപ്പോഴും ആവശ്യമാണ്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇപ്പൊ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ മുന്നേ ടാസ്കുകൾ ചെയ്യാനുണ്ട് എന്നുള്ളത് നമ്മൾ ക്രമപ്പെടുത്തുന്നു. പ്രയോറിറ്റി ഉള്ളതനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുന്നു. വീണ്ടും പറയല്ലേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തീരുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. എങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഉദ്ദേശിച്ച ആ ടൈമിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുപോലെ തന്നെ നമ്മൾ ഓർഗനൈസേഷനിലാണെങ്കിലും ടൈം മാനേജ്മെന്റ് ചെയ്ത് ഒരു പെർഫോമൻസ് ചെയ്യാനായിട്ട് വ്യക്തികളെ ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം അവരുടെ പെർഫോമൻസുകൾ ഇവാലുവേറ്റ് ചെയ്യണം. അവരെ കൊണ്ട് പറ്റുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്കെങ്കിലും തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്. സോ 6 സ്റ്റെപ്സ് ആണ് ബെറ്റർ ടൈം മാനേജ്മെന്റിന് പ്രധാനമായിട്ടും ആവശ്യമുള്ളത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ാണോ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളേ? നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഓക്കെ, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൗകര്യങ്ങളെ പ്രദാനം ചെയ്യുക അല്ലെങ്കിൽ സുരക്ഷിതത്വം കൈകാര്യം ചെയ്യുന്ന ഒരു മാനേജ്മെന്റ്, അതിന്റെ ഒരു ക്രമീകരണ കാര്യങ്ങളാണ് ടൈം മാനേജ്മെന്റ് നമ്മുടെ കഴിഞ്ഞു. അപ്പൊ നമ്മള് കണ്ട ആ ഒരു ജസ്റ്റ് കുറച്ച് പോയിന്റ്സിന് മുമ്പ് കൃത്യമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞിരുന്നു. ഇവിടെ എലമെന്റ്സ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ് അല്ലെ. ദ ഫോളോയിങ് ആർ ദ എലമെന്റ്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിരുന്നു. പേഴ്സണൽ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആൻഡ് ടൈം മാനേജ്മെന്റ്. ആ 4 പോർഷൻ ആണ് ഇപ്പൊ നമ്മുടെ കഴിഞ്ഞത്. ഓക്കെ, ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇപ്പൊ ഫിനിഷ് ചെയ്തത്. എലമെന്റ്സ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഓക്കെ, സൗകര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ സുരക്ഷാ കൈകാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഫെസിലിറ്റി മാനേജ്മെന്റ്. എന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്? സൗകര്യങ്ങൾ കൈകാര്യം ചെയ്യുക അല്ലെ. ഓരോ ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സസ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേമാതിരി തന്നെ ഒരുപാട് പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു, മെറ്റീരിയൽസ് ഉണ്ടെന്നൊക്കെ കണ്ടു അല്ലെ.
അതേമാതിരി തന്നെ അവിടെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് അല്ലെ. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ റൂമുകളുണ്ട്, ബെഡുകൾ അല്ലെ, എല്ലാ തരമുള്ള സൗകര്യങ്ങൾ ഓരോ പേഷ്യൻസിനും ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് പേഷ്യന്റിന് സൗകര്യപ്രദമായ രീതിയിൽ തന്നെ ചികിത്സകളൊക്കെ സ്വീകരിച്ചിട്ട് തൃപ്തികരമായിട്ട് തന്നെ പേഷ്യന്റിന് പോകാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ സൗകര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? Facility management. Facility management is the daily operations necessary to ensure physical environment supports an organization's needs and core functions. ഓക്കെ, നമുക്കറിയാം ഓർഗനൈസേഷന്റെ ആവശ്യം അനുസരിച്ചിട്ട് ഒപ്പം തന്നെ നമ്മുടെ തീർച്ചയായിട്ടും എന്താണോ ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഫെസിലിറ്റീസ് ഈ ഓർഗനൈസേഷന് ഈ സർവീസ് പ്രദാനം ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ അല്ലെ, അവരുടെ നെസസറീസ്, അതായത് അവരുടെ ആവശ്യങ്ങളെല്ലാം കൃത്യമായിട്ട് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ അതിൻ്റെതായിട്ടുള്ള ആ സൗകര്യ എൻവയറൺമെന്റൽ സപ്പോർട്ടോട് കൂടിയിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഡെയിലി ഓപ്പറേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് ഫെസിലിറ്റി മാനേജ്മെന്റ്. Facility management is the daily operations necessary to ensure physical environment supports an organization's needs and core functions. ഓർഗനൈസേഷന്റെ ആവശ്യം അനുസരിച്ചിട്ട് അവിടെ സപ്പോർട്ട് ചെയ്യുന്ന അന്തരീക്ഷങ്ങൾ അല്ലെ, നല്ല ഫിസിക്കൽ ആയിട്ടുള്ള അന്തരീക്ഷത്തിന് ആവശ്യമായിട്ടുള്ള ഡെയിലി പ്രവർത്തനങ്ങളൊക്കെ സൗകര്യപ്രദമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഫെസിലിറ്റി മാനേജ്മെന്റ്. ഹോസ്പിറ്റലിൽ എന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ് നോക്കാം. ഓക്കെ, എന്താണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി മാനേജ്മെന്റ് ഈസ് എസെൻഷ്യൽ ഫോർ medical facilities and to ensure service requisites are provided efficiently and quickly to maintain operations without intervention. ഓക്കെ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അവിടെ സ്റ്റാഫുകൾക്ക് കൃത്യമായിട്ട് ഡ്യൂട്ടികൾ കൈകാര്യം ചെയ്യണമെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള അറേഞ്ച്മെന്റ്സ് കൈകാര്യം ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പേഷ്യൻസിന് സംതൃപ്തിപരമായിട്ടുള്ള സേവനങ്ങൾ അവർക്ക് അത് ഏൺ ചെയ്തെടുക്കണമെങ്കിൽ അല്ലെ, അത് നേടിയെടുക്കണമെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യണം അല്ലെ. അപ്പൊ അവിടെ അതുകൊണ്ട് തന്നെ പറയുന്നത് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ഈസ് എസെൻഷ്യൽ ഫോർ മെഡിക്കൽ ഫെസിലിറ്റീസ് അല്ലെ. അവിടെ മെഡിക്കൽ ആയിട്ടുള്ള സൗകര്യങ്ങൾ അത് ഉറപ്പാക്കണം. നല്ലൊരു സേവനങ്ങൾ അത് ആർക്കൊക്കെയാണോ ആവശ്യം അത് പ്രൊവൈഡ് ചെയ്യും അല്ലെ. ആർക്കൊക്കെയാണോ അതിന്റെ ഫെസിലിറ്റീസ് ആവശ്യമായിട്ടുള്ളത് അവർക്കെല്ലാം തന്നെ കാര്യക്ഷമമായ രീതിയിൽ അത് എളുപ്പത്തിൽ അല്ലെ പെട്ടെന്ന് തന്നെ നല്ല ഒരു തടസ്സങ്ങളൊന്നും ഇല്ലാതെ വിത്തൗട്ട് ഇന്റർവെൻഷൻ ഒരു തടസ്സങ്ങളൊന്നും ഇല്ലാതെ ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഹെൽത്ത് കെയർ ഫെസിലിറ്റി മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക എന്താണ് ആർക്കൊക്കെയാണോ അവിടുത്തെ മെഡിക്കൽ സേവനങ്ങളൊക്കെ ലഭ്യമാക്കേണ്ടത് അവർക്കെല്ലാം തടസ്സങ്ങളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണ് എഫക്റ്റീവ് ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആർ ക്രൂഷ്യൽ ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് പീപ്പിൾ. ഓക്കെ, നമുക്കറിയാം നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നല്ല കാര്യക്ഷമമായിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. എല്ലാവർക്കും നല്ല രീതിയിൽ കൃത്യമായിട്ട് പീപ്പിൾസിന് ആർക്കൊക്കെയാണോ അവിടെ ആവശ്യം, ഞാൻ പറഞ്ഞു അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ട് വരാം, അതേപോലെ തന്നെ അവിടെയുള്ള പേഷ്യൻസിനും അവരുടെ വിസിറ്റേഴ്സിനും ആർക്കൊക്കെ ഏതൊക്കെ ജനങ്ങൾക്കാണോ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള അവർക്കെല്ലാം തന്നെ ഈ ഫെസിലിറ്റീസ് നല്ല ഫലപ്രദമായ രീതിയിൽ ലഭ്യമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും ആ ഹോസ്പിറ്റലിൽ നിലനിൽപ്പിനെ തന്നെ നമ്മൾ ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. നല്ല രീതിയിൽ ഫെസിലിറ്റീസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യൻസ് അവിടെ വീട്ടിൽ പോകാനായിട്ട് സന്നദ്ധത കാണിക്കില്ല. ശരിയല്ലേ? ഒരു ഫെസിലിറ്റി ഇല്ലാത്ത ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഒരു താല്പര്യം കാണിക്കുമോ? പേഷ്യൻസ് കാണിക്കുമോ?
ഇല്ല അല്ലെ. തീർച്ചയായിട്ടും ഫെസിലിറ്റി മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അത് കൃത്യമായിട്ട് തടസ്സങ്ങളില്ലാത്ത സമയത്തിന് തന്നെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. Then how is the facility management done in a hospital? Okay, hospital എങ്ങനെയാണ് ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് നോക്കാം. This is a done through machine maintenance and asset tracking features. ഓക്കെ, നമ്മള് പ്രധാനമായിട്ട് ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഒരുപാട് എക്യുപ്മെന്റ്സും കാര്യങ്ങള് അതേമാതിരി തന്നെ എന്താണ് മെഷീനും ഒക്കെ ആവശ്യമാണ് അല്ലെ. ഇപ്പൊ ഡോക്ടേഴ്സിനാണെങ്കിലും ഡയഗ്നോസിസ് പ്രൊസീജിയേഴ്സിനും അതേമാതിരി തന്നെ പേഷ്യൻസിനാണെങ്കിലും അവരുടെ രോഗകാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവിടുത്തെ എന്താണ് അസറ്റ്സ് മൂല്യമുള്ള വസ്തുക്കളൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. All these major equipment, facilities and assets in the hospital infrastructure are monitored through this facility manager software. Okay, തീർച്ചയായിട്ടും ആ ഫെസിലിറ്റി മാനേജർ സോഫ്റ്റ്വെയർ അദ്ദേഹം എന്താണ് അവിടുത്തെ ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അല്ലെ, എക്യുപ്മെന്റ്സ് ആണെങ്കിലും മറ്റേതെങ്കിലൊക്കെ ഫെസിലിറ്റീസ് അല്ലെ, നമുക്കറിയാം ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അല്ലെ, അതല്ലെങ്കിൽ നമുക്കറിയാം അവിടുത്തെ മെഷീനറികൾ അല്ലെ, ടേബിള് ചെയർ അങ്ങനെയൊക്കെയുള്ള അസറ്റുകളെല്ലാം തന്നെ വിലപ്പെട്ടതാണ്. അതെല്ലാം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളാണ്. അതെല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്യണം അല്ലെ. അത് നമ്മൾ നിരീക്ഷിച്ചു പോകണം. ആര് നിരീക്ഷിച്ചു പോകണം എന്ന് പറയുന്നത് അല്ലെ, അവിടെ ഫെസിലിറ്റി മാനേജർ സോഫ്റ്റ്വെയർ അദ്ദേഹം അതെല്ലാം ഓക്കെ ആണ് എന്ന് ഉറപ്പുവരുത്തി പോകേണ്ടതാണ്. The healthcare facility provider keep track of all the resources and its availability and stay prepared for any emergency. ഓക്കെ, അവിടെ തീർച്ചയായിട്ടും ആ ഫെസിലിറ്റി പ്രൊവൈഡർ എന്താണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക മാത്രമല്ല അല്ലെ, എന്തെങ്കിലും എമർജൻസി സമയങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള വസ്തുക്കൾ ലഭ്യമാക്കേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു സേഫ്റ്റി പ്രിപ്പറേഷൻസ് അദ്ദേഹം എടുക്കണം അല്ലെ. അദ്ദേഹം അത് കീപ്പ് ചെയ്യാനായിട്ടും ബാധ്യസ്ഥരാണ്. ഹെൽത്ത് കെയർ ഫെസിലിറ്റി പ്രൊവൈഡർ കീപ്സ് track of all resources and its availability and stay prepared for any emergency. അല്ലെ, എമർജൻസി ആയിട്ട് ഇന്ന എക്യുപ്മെന്റ് വേണം. ഓക്കെ, ഇന്ന കാര്യങ്ങളൊക്കെ അവിടെ അതിന്റെ എല്ലാ സ്ഥലത്ത് അതിന്റെ റോൾ ഇതിലൊക്കെ ഫെസിലിറ്റീസ് ലഭ്യമാക്കേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കൃത്യമായിട്ടുള്ള എമർജൻസി ഇൻഫോർമേഷൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും ഫെസിലിറ്റി മാനേജർ അതെല്ലാം കൃത്യസമയത്ത് തന്നെ എത്തിച്ച് കൊടുക്കേണ്ടത് ആവശ്യമാണ്. സോ എന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു മാനേജ്മെന്റ് ആണ്. അതായത് സൗകര്യങ്ങൾ പ്രദാനം ചെയ്ത് കൊടുക്കുന്ന ഒരു കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല അല്ലെ. അത് കൃത്യമായിട്ട് സൗകര്യങ്ങളില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള വർക്കേഴ്സിന് വർക്ക് ചെയ്യാനും സാധിക്കില്ല, പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകാനും സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ അവിടെ ലഭ്യമാക്കേണ്ടതാണ്. ദെൻ അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് ഫെസിലിറ്റി മാനേജ്മെന്റ്, അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കാം. അപ്പൊ ഫെസിലിറ്റി മാനേജ്മെന്റ് എന്താന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ. ഫെസിലിറ്റി മാനേജ്മെന്റ് എന്താന്നുള്ളത് ഡെയിലി ഓപ്പറേഷൻസ് നെസസറി ടു എൻഷുർ ഫിസിക്കൽ എൻവയറൺമെന്റ് സപ്പോർട്ട്സ് ഓർഗനൈസേഷൻ നീഡ്സ് ആൻഡ് ഫോർ ഫങ്ഷൻസ്. ഓക്കെ, അതിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടുള്ള സപ്പോർട്ട്സുകൾ ലഭ്യമാക്കി കൊടുക്കുന്നതാണ്. അതിന്റെ ഫങ്ഷൻസുകളാണ് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി പോകുന്നത്. അതിന്റെ ഫങ്ഷൻസിൽ പ്രധാനമായിട്ട് നമുക്കൊരു പിക്ചർ സഹിതമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഫങ്ഷൻസ് ഓഫ് ഫെസിലിറ്റി മാനേജ്മെന്റ് ഫസ്റ്റ്ലി കാണിക്കുന്നുണ്ട് മെയിൻറ്റെയിനിങ് ആൻഡ് ഒപ്റ്റിമൈസിങ് ഫെസിലിറ്റീസ് അല്ലെ. അവിടെ കൃത്യമായിട്ടുള്ള അല്ലെ ഒരു ആവശ്യത്തിനനുസരിച്ചിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്ന രീതിയിൽ, അതായത് മതിയായ രീതിയിൽ തന്നെ ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കി വെക്കണം. എന്തെങ്കിലും കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മെയിൻറ്റെയിൻ ഒക്കെ ചെയ്ത് അത് അല്ലെ മതിയായ രീതിയിൽ ശരിയായ വണ്ണം ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ട് തന്നെ റെഡിയാക്കത്തക്ക വിധത്തിൽ റെഡി വെക്കേണ്ടതാണ്. സ്ട്രീം ലൈനിങ് പ്രോസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് അല്ലെ എത്രയും മസ്റ്റായിട്ട് വേണ്ട അല്ലെ ഒരു പ്രക്രിയയിൽ കാര്യക്ഷമമാക്കാനായിട്ട് ഉള്ള ഒരു പ്രോസസ്സാണ്. അത് കാര്യക്ഷമമായ രീതിയിൽ തന്നെ അത് ലഭ്യമാക്കി വെക്കേണ്ടതാണ്. സപ്പോർട്ടിങ് പീപ്പിൾസിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് ഫെസിലിറ്റി മാനേജറിന്റെ ഞാൻ പറഞ്ഞു ഏതെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ ഇൻഫോം ചെയ്യുന്ന അനുസരിച്ചിട്ട് തന്നെ ഫെസിലിറ്റി മാനേജർ അവരുടെ ആവശ്യങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കാം അല്ലെ. ചിലപ്പോൾ വേണമെങ്കിൽ മതിയായ ചെയർ ശരിയല്ലായിരിക്കും, അല്ലെങ്കിൽ മതിയായ ചെയർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ടേബിൾ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അവരുടെ സൗകര്യാർത്ഥം അത് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. മാനേജിങ് പ്രൊജക്ട് ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഓരോരോ പുതിയ പുതിയ ഫെസിലിറ്റീസ് ഒക്കെ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രൊജക്ടുകൾ ഫോം ചെയ്യേണ്ടതുണ്ട്. ഇന്റഗ്രേറ്റഡ് ടെക്നോളജി നമുക്കറിയാം പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം അനുസരിച്ചിട്ട് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത് അനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസ് തന്നെയായിരിക്കും പാത്രം അല്ലെ. പഴയ ഓൾഡ് ഫെസിലിറ്റീസ് ഒന്നും ഇപ്പൊ ആൾക്കാർക്ക് വേണ്ട. പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് സൗകര്യങ്ങളൊക്കെ ആയിരിക്കും
ജനങ്ങളും എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് തന്നെ സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കേണ്ടതൊക്കെ ഉണ്ടാവും. അപ്പൊ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഫെസിലിറ്റി മാനേജ്മെന്റും അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എപ്പോഴും ഓപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഫെസിലിറ്റീസ് അവിടെ ലഭ്യമാക്കേണ്ടതുണ്ട്. പുതിയ ടെക്നോളജി വരുമ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള നൂതന ഫെസിലിറ്റീസ് കൈകാര്യം ചെയ്യണം. അതേപോലെ തന്നെ പ്രൊജക്ടുകളൊക്കെ പുതിയ പ്രൊജക്ടുകളൊക്കെ കൈകാര്യം ചെയ്ത് വെക്കണം. അല്ലെ, ഭാവിയിൽ ഫണ്ട് ഉണ്ടാവുന്നതനുസരിച്ചിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ, അല്ലെ, ആ ഫെസിലിറ്റീസ് ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്ട് നടപടികളൊക്കെ അവിടെ സ്വീകരിക്കേണ്ടതുണ്ട്. എപ്പോഴും പീപ്പിൾസിനൊക്കെ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഫെസിലിറ്റി മാനേജർ ഫെസിലിറ്റി ഒരുക്കി കൊടുക്കണം, അല്ലെ, സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. എങ്കിൽ മാത്രമാണ് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോവുകയുള്ളൂ. സോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ്. ഓക്കെ, ആണോ? നമ്മൾ ഒരു കാര്യമാണ് കണ്ടത് ഫെസിലിറ്റി മാനേജ്മെന്റ്. ഇനി സേഫ്റ്റി കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കാറുണ്ട്. ഓക്കെ അല്ലേ? ഫെസിലിറ്റി മാനേജ്മെന്റിനെ കുറിച്ച് വല്ല ഡൗട്ട് ഉണ്ടോ? സൗകര്യങ്ങൾ അതോർത്ത് വെച്ചേക്കാം. സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുക. ഹോസ്പിറ്റലിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സേഫ്റ്റി കാര്യങ്ങൾ, സുരക്ഷാ കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഫെസിലിറ്റി മാനേജ്മെന്റ് സേഫ്റ്റി. Efficient safety management is a crucial part of our facility management, as it helps to protect everyone that uses a facility from hazards. ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്, അല്ലെ? ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ ആവശ്യങ്ങളാണ്. പക്ഷെ ഈ സൗകര്യത്തിനോടൊപ്പം തന്നെ സുരക്ഷ കൂടി വേണം, അല്ലെ? നമ്മളിപ്പോ കട്ടിൽ ആവശ്യമാണ്, ചെയർ ആവശ്യമാണ്. പക്ഷെ കയറി കിടന്ന് കുടിച്ചു പോകുന്ന കട്ടിലാണെങ്കിൽ അപകടം തന്നെയാണ്, അല്ലെ? അപ്പൊ സുരക്ഷ ഇല്ലാതെയായിരിക്കും, അല്ലെ? അപ്പൊ സേഫ്റ്റി ആവശ്യമാണ്, ഒപ്പം തന്നെ ഫെസിലിറ്റി, അല്ലെ? ഫെസിലിറ്റി മാത്രം പ്രദാനം ചെയ്തിട്ട് കാര്യമില്ല, സേഫ്റ്റി ഇല്ലാത്ത ഫെസിലിറ്റി കൈകാര്യം ചെയ്തിട്ട് കാര്യമില്ല, അല്ലെ? എക്യുപ്മെന്റ് നമുക്ക് ആവശ്യമാണ്. എന്താണ് അവിടെയുള്ള വർക്കേഴ്സിന് എക്യുപ്മെന്റ്സ് ആവശ്യമാണ്. പക്ഷെ എന്താണ് ഷോക്ക് അടിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെയുള്ള വർക്കേഴ്സിനും അത് എഫക്ട് ചെയ്യും. അതേമാതിരി തന്നെ പേഷ്യൻസിനും എഫക്ട് ചെയ്യും, അല്ലെ? അപ്പൊ സുരക്ഷയുള്ള ഫെസിലിറ്റിയാണ് പ്രദാനം ചെയ്യുന്നത്. അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അല്ലെ? ഇപ്പൊ ഫെസിലിറ്റി മാനേജ്മെന്റ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ എഫിഷ്യന്റ് സേഫ്റ്റി മാനേജ്മെന്റ് ഇസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ഫെസിലിറ്റി മാനേജ്മെന്റ്, as it helps to protect everyone that uses a facility from hazards. അതായത് അത് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, അല്ലെ? ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ പ്രധാന ഭാഗമാണ് സേഫ്റ്റി. സുരക്ഷ ഉറപ്പാക്കിയിട്ടുള്ള ഫെസിലിറ്റിയാണ് ലഭ്യമാക്കേണ്ടത്, അല്ലെ? എങ്കിൽ മാത്രമാണ് ഓരോ ജീവനെയും നമ്മൾ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രൊട്ടക്ട് എവരിവൺ ദാറ്റ് യൂസ് എ ഫെസിലിറ്റി ഫ്രം ഹസാർഡ്. അപകടത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള സൗകര്യങ്ങൾ, അല്ലെ, അത് ഉപയോഗിക്കാനായിട്ടുള്ള സൗകര്യങ്ങളാണ് പ്രദാനം ചെയ്ത് കൊടുക്കേണ്ടത്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇമ്പോർട്ടന്റ് ഫെസിലിറ്റി മാനേജ്മെന്റ്. അതിൽ നമ്മുടെ ആരോഗ്യം, അല്ലെ, അതിന്റെ ആ ഒരു സുരക്ഷാ കാര്യങ്ങളെ കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ conducting effective health and safety risk assessment are necessary for adequately identifying hazards or areas of risk, removing or reducing the hazards of risk, putting in place appropriate safety measures and procedure, and informing and training staff in those measures. Okay. അതായത് നമ്മള് ഇപ്പോ തീർച്ചയായിട്ടും പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇവിടെ സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സുരക്ഷിതമായിട്ടുള്ള രീതിയിലുള്ള ഫെസിലിറ്റി ഒരുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പീപ്പിൾസിന് അത് സംരക്ഷണമായിട്ടുള്ള കാര്യമുണ്ട്, അല്ലെ? അവരെ സംബന്ധിച്ച് അപകടങ്ങൾ സംഭവിച്ചാലും അവർക്ക് സുരക്ഷിതത്വം ഫീൽ ചെയ്യാനുള്ള സാധ്യത, അല്ലെ? അപ്പൊ കണ്ടക്ടിങ് എഫക്റ്റീവ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിസ്ക് അസസ്മെന്റ് ആർ നെസസറി, അല്ലെ? അവിടെ തീർച്ചയായിട്ടും നമ്മൾ എന്താണ് കട്ടില്, അല്ലെ, അത് നമുക്കറിയാം. തീർച്ചയായിട്ടും അത് ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ള ഒരു അസറ്റ് ആണ്. അപ്പൊ അത് കൃത്യമായിട്ടുള്ള ഒരു പൊസിഷനിൽ നമ്മൾ അത് സ്ഥാപിക്കുകയാണ്. പക്ഷെ അതിനെ ഇളക്കൊന്നും തട്ടാൻ പാടില്ലാത്തതാണ്, അല്ലെ? ഇളക്കാൻ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യും, അല്ലെ? അപ്പൊ സേഫ്റ്റി എന്നുള്ളത് സുരക്ഷ, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിസ്ക്, അത് റിസ്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ കട്ടിലുകൾ നമ്മൾ നിരീക്ഷണം നടത്തുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നത്. അതേമാതിരി തന്നെ എക്യുപ്മെന്റ്സ്, അല്ലെ? നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം എക്യുപ്മെന്റ്സും ഇലക്ട്രോണിക്കലി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കും, അല്ലെ? അവിടെ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സും, ഒട്ടുമിക്ക എക്യുപ്മെന്റ്സ് ഇലക്ട്രോണിക്കിന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും. ചിലപ്പോൾ പവർ സപ്ലൈയോട് കൂടിയിട്ട് തന്നെയായിരിക്കും അത് യൂസ് ചെയ്യുന്നത്.
അപ്പൊ എന്താണ് ഷോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും തന്നെ നമ്മൾ എന്താണ് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ അസസ്മെന്റ് ചെയ്യണം, ഓരോന്നും വിലയിരുത്തണം. ഇന്ന അപകടങ്ങൾ ഇതിന് വരാൻ സാധ്യതയുണ്ട്, ഇന്ന അസറ്റുമായി, ഇന്ന എക്യുപ്മെന്റുമായി, ഇന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇന്ന പ്രോബ്ലംസ് ആണ് അല്ലെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. സോ ആ ഒരു വിലയിരുത്തല് മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ വിലയിരുത്തല് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം adequately identifying hazards or areas of risk, ഏതൊക്കെ അപകടങ്ങൾ വരാനായിട്ട് ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റിമൂവിങ് ഓർ റെഡ്യൂസിങ് ദ ഹസാർഡ്സ് ഓഫ് റിസ്ക്, നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ റിസ്കുകൾ അല്ലെ നഷ്ടങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കും. Then putting in place appropriate safety measures and procedures and informing and training staff in those measures. ഓക്കെ, നമുക്കറിയാം എന്താണ് സേഫ്റ്റി കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അല്ലെ കണക്ക് കൂട്ടാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. ഇതിന്റെ കാര്യങ്ങളൊക്കെ മുൻകരുതൽ എടുത്തതിന് ശേഷം മാത്രമാണ് അല്ലെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ ധരിച്ചതിന് ശേഷം മാത്രമാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അതൊക്കെ രോഗികൾക്ക് ചിലപ്പോൾ അല്ലെ ആഫ്റ്റർ എഫക്ട്സുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനൊക്കെ ആഫ്റ്റർ ഇഫക്ട്സുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഇലക്ട്രോണിക്കൽ ആയിട്ട് ഇങ്ങനത്തെയൊക്കെയുള്ള ഹസാർഡ്സ് നിറഞ്ഞ അപകടം പിടിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇന്ന മുൻകരുതലുകളൊക്കെ എടുത്തതിനു ശേഷം മാത്രം പോവാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇപ്പോഴും തീർച്ചയായിട്ടും നമ്മൾ മെയിൻ ആയിട്ട് നടപ്പാക്കേണ്ട ഒരു കാര്യം എന്താണ്, വിലയിരുത്തൽ അല്ലെ, അസസ്മെന്റ് നടത്തുക. ഓരോ കാര്യത്തിനും മുന്നോടിയായിട്ട് ആ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ റിസ്കുകൾ ഹസാർഡ്സുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൃത്യം വിലയിരുത്തുക. അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് സ്റ്റാഫുകൾക്കൊക്കെ കൃത്യമായിട്ടൊക്കെ ട്രെയിനിങ്ങുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അവരെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അറേഞ്ച് ചെയ്യും. ഞാൻ അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ എല്ലാവരും സുരക്ഷിതരായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അവിടെ സുരക്ഷ സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ക്ലിയർ ആയ എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത്? അസസ്മെന്റ് ആണ് നമ്മൾ നടത്തേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അയച്ചു നോക്കേണ്ടതുണ്ടോ? കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷെ പേജുകൾ ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നുണ്ട്. എന്തെങ്കിലും വായിച്ചു നോക്കേണ്ടതുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കി പോവാട്ടോ. വായിച്ചു നോക്കാം. ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഫെസിലിറ്റി മാനേജ്മെന്റ് സേഫ്റ്റി നമ്മള് കണ്ട പോയിന്റ് തന്നെയാണ്. അവിടെ പ്രധാനമായിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു. ഫെസിലിറ്റി മാനേജ്മെന്റ് സേഫ്റ്റി, ദെൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇമ്പോർട്ടൻസ് ഫെസിലിറ്റി മാനേജ്മെന്റ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആരൊക്കെയാണെന്ന് നോക്കാം. പേഴ്സണൽ റെസ്പോൺസിബിൾ ഫോർ ഫെസിലിറ്റി ആൻഡ് സേഫ്റ്റി, ഈ പറഞ്ഞ സൗകര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് സുരക്ഷാ കാര്യങ്ങൾ പ്രദാനം ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ഡയറക്ടർ, റിസ്ക് മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് എക്സിക്യൂട്ടീവ്,
എഞ്ചിനീയർ, സെക്യൂരിറ്റി ഇൻചാർജ്. ഓക്കെ, ഇവരൊക്കെ സുരക്ഷ അല്ലെ അവിടെയുള്ള ഫെസിലിറ്റി പ്രദാനം ചെയ്യും. അവിടെയുള്ള പീപ്പിൾസിനാണെങ്കിലും അവിടെയുള്ള വർക്കേഴ്സിനൊക്കെ ആണെങ്കിലും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ സുരക്ഷ കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും റെസ്പോൺസിബിൾ ആയിട്ട് ഉത്തരവാദികളായിട്ടുള്ള പേഴ്സൺസ് ആണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഡയറക്ടർ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ അവരുടെ കീഴിലുള്ളവരൊക്കെ കൃത്യമായിട്ട് തന്നെ അല്ലെ അവരൊക്കെ ഹസാർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇന്ന കാര്യങ്ങളൊക്കെ ഹസാർഡ്സ് നിറഞ്ഞതാണ്, അതിന്റെ കൃത്യമായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യണം അല്ലെ. റിസ്ക് മാനേജർ അതല്ലെങ്കിൽ HR ഹ്യൂമൻ റിസോഴ്സ് എക്സിക്യൂട്ടീവ്. തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് അവിടെ ഹ്യൂമൻ ബീയിങ്ങിനെയൊക്കെ കറക്റ്റ് ആയിട്ട് അല്ലെ അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ എക്സിക്യൂട്ട് ചെയ്യേണ്ടവരാണ്. എഞ്ചിനീയർ, സെക്യൂരിറ്റി ഇൻചാർജ് അല്ലെ, ഇവരെല്ലാം തന്നെ ഇപ്പൊ നമുക്കറിയാം സെക്യൂരിറ്റിക്കാരെ അല്ലെ അവിടെ പാർക്കിംഗ് സൗകര്യങ്ങളിലൊക്കെ അറേഞ്ച് ചെയ്യുന്നത് എന്താണ് അവര് ആ ഫെസിലിറ്റി അവർക്ക് അനുവദിക്കുന്നുണ്ടോ, ഒപ്പം തന്നെ അപകടം വരുത്താത്ത രീതിയിലാണ് അവര് അറേഞ്ച് ചെയ്യുന്നത് അല്ലെ. അത് തന്നെ ആലോചിച്ചാൽ മതി. ഫെസിലിറ്റി സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതോടൊപ്പം അപകടം വരുത്താത്ത രീതിയിൽ കൂടി മുൻഗണന കൊടുത്തിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഡയറക്ടർമാര്, റിസ്ക് മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് എക്സിക്യൂട്ടീവ്, എഞ്ചിനീയർ, സെക്യൂരിറ്റി ഇൻചാർജ് ഉള്ളവരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇൻഡസ്ട്രിയൽ ഹൈജീൻ. വ്യവസായികമായിട്ടുള്ള ആ ഒരു രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ അല്ലെ അവിടെ ശുചിത്വം അത് എത്രത്തോളം എങ്ങനെ വേണം എന്നുള്ള കാര്യം നോക്കാം. ഇൻഡസ്ട്രിയൽ ഹൈജീൻ ഈസ് ദ സയൻസ് ഓഫ് ആന്റിസിപ്പേറ്റിംഗ്, recognizing, evaluating and controlling workplace condition that may cause workers injury or illness. Okay, അതായത് വർക്കേഴ്സിന് അല്ലെ അവിടെ തീർച്ചയായിട്ടും വർക്ക് പ്ലേസിലൊക്കെ വർക്കേഴ്സ് വന്നു അല്ലെ അപകടങ്ങളോ അസുഖങ്ങളോ ഒന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എന്താണ് അവിടെ അതിനനുസരിച്ചിട്ടുള്ള മുൻകരുതലുകൾ എടുക്കണം അല്ലെ. അതിനനുസരിച്ചുള്ള കരുതൽ അല്ലെ തിരിച്ചറിവ് ഉണ്ടായിരിക്കുക. പിന്നെ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ള തിരിച്ചറിയലും വിലയിരുത്തലുകളൊക്കെ നടപ്പാക്കേണ്ടതുണ്ട് അല്ലെ. അതിനനുസരിച്ചിട്ട് കൺട്രോൾ ചെയ്ത് മാത്രമാണ് അവിടെയുള്ള വർക്കേഴ്സിനൊക്കെ കൈകാര്യം ചെയ്യാൻ പോകാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് എന്ത് വരാൻ സാധ്യതയുണ്ട്, അപകടങ്ങൾ, ഇഞ്ചുറീസും അല്ലെങ്കിൽ അസുഖങ്ങളും വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്ന് പറയുന്നത് ഒരു സയൻസ് ഓഫ് ആന്റിസിപ്പേറ്റിംഗ് ആണ് അല്ലെ. അതായത് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു എന്താണ് തിരിച്ചറിയൽ, വിലയിരുത്തലൊക്കെയാണ്. എന്താണ് ശാസ്ത്രീയമായ തിരിച്ചറിയൽ, വിലയിരുത്തൽ, മുൻകരുതൽ പറയുന്നത്? അതായത് അവിടെയുള്ള വർക്കേഴ്സിന് അപകടങ്ങളോ അസുഖങ്ങളോ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ, വിലയിരുത്തലുകൾ ഇതൊക്കെയാണ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് അവിടെയുള്ള വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവര് അപകടങ്ങളിൽ പെടാതെ അല്ലെങ്കിൽ അസുഖങ്ങളൊന്നും പെടാതെ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. Industrial hygienists use environmental monitoring and analytical method to detect the extent of worker exposure and employ engineering practice controls and other methods to control the potential health hazards. ഓക്കെ, നമുക്കറിയാം ഒരു മതിയായ രീതിയിലുള്ള ആരോഗ്യം അതിന്റെ അപകടാവസ്ഥയിലൊന്നും ഇല്ലാത്ത രീതിയിൽ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് എഞ്ചിനീയേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രൊഫഷൻസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും. അതേപോലെ തന്നെ കൺട്രോളർ അല്ലെ, തീർച്ചയായിട്ടും സൂപ്പർവൈസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരാണ് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് അവര് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ എല്ലാ പ്രൊഫഷൻസും അപകടങ്ങളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള പ്രൊഫഷൻസുകളും അല്ലെങ്കിൽ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അപകടത്തിൽ പെടാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒരു പൊട്ടിത്തെറി അല്ലെ ആ ഒരു പ്ലേസിൽ നിന്നും പൊട്ടിത്തെറികളോ മറ്റൊന്നും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളില്ല അല്ലെ. അത് മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഇങ്ങനെയുള്ള ചുമതലപ്പെട്ട പേഴ്സൺസ് ഒക്കെ അത് കൈകാര്യം ചെയ്ത് പോകേണ്ടതാണ്. Then recognize and control hazards industrial hygiene. Recognize that എന്താണ് engineering work practice and administrative controls are the primary means of reducing employee exposure to occupational hazards. Okay, ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് എന്താണ് നമ്മള് അല്ലെ അവിടെ ഹൈജീൻ ആയിട്ടുള്ള കാര്യങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് നമുക്കറിയാം. എഞ്ചിനീയറിംഗ് അല്ലെ തലങ്ങളിലുള്ളവര് അവര് കൃത്യമായിട്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ തന്നെ അല്ലെ ഭരണ നിർവഹണത്തിൽ തന്നെ നമുക്കറിയാം ശുപാർശ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയായിരിക്കും അവിടെ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെ. ഓരോന്നിനെയും കുറിച്ചിട്ട് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവര് തന്നെയാണ് ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ അല്ലെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയീസിന്
അല്ലെ ഒരുപാട് അപകടങ്ങളോ അല്ലെങ്കിൽ പൊട്ടിത്തെറികളിലൊന്നും ഉൾപ്പെടാതെ ഇഞ്ചുറീസും ഇല്ലസും വരാതെ തന്നെ സാധിക്കും. അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് എഞ്ചിനീയേഴ്സിന് അതിൽ പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട്. നല്ല രീതിയിലുള്ള മുൻകരുതലുകൾ അല്ലെങ്കിൽ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു പവർ അവർക്കുണ്ട്. Engineering controls lower employee exposure by either reducing or removing hazard at the source or either isolating the worker from the hazard. അല്ലെ നമ്മളിപ്പോ അപകടം ഉണ്ടാവാനുള്ള ഉറവിടം, ആ ഉറവിടം എന്താണോ അത് എഞ്ചിനീയേഴ്സിന് കൃത്യമായിട്ട് അറിയാം അല്ലെ. അതുമായി ബന്ധപ്പെട്ട സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് അറിയാൻ എന്താണ് അപകടം, ആ അപകടം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. ഒന്നില്ലെങ്കിൽ ആ അപകടം ഉണ്ടാവുന്ന സാധ്യതകളുള്ള സ്പേസ് ഐസൊലേറ്റ് ചെയ്യുക അല്ലെ, വേർതിരിച്ച് നിർത്തേണ്ടതാണ്. വലിയ അപകടമുള്ള സാധ്യതകളാണെങ്കിൽ നമുക്കറിയാം ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ അവിടെ ഡേറ്റ് നമുക്ക് പറഞ്ഞുകൊണ്ട് വേർതിരിച്ച് നിർത്തും അല്ലേ. സ്ട്രക്ചറിൽ തന്നെ ആ ഒരു ആക്ടിവിറ്റി തന്നെ ഉണ്ടാവില്ലേ അല്ലേ, ഡേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെ. അപ്പൊ എഞ്ചിനീയറിംഗ് ലെവലിലുള്ളവർ അത് കൃത്യമായിട്ട് തന്നെ ആ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ മുൻകരുതലുകൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് കൺട്രോൾ ചെയ്യാം അല്ലെ. അവിടെ എനിക്ക് ആരും പോകാനായിട്ടുള്ള സാധ്യതകളൊക്കെ കുറവായിരിക്കും. അതേപോലെ തന്നെ എന്താണ്, ഒന്നില്ലെങ്കിൽ അത് കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്ത് തിരിക്കും. അതെല്ലാം അപകടം പിടിച്ച കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് അപകടം കുറച്ചു കൊണ്ടുവരാനുള്ള കൺട്രോളിങ് നടപടികളെങ്കിലും അവർ സ്വീകരിക്കേണ്ടതാണ് അല്ലെ. അവിടെ ചില പ്രോട്ടോകോളുകൾ അല്ലെ, അവിടേക്ക് ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും നിബന്ധനകളൊക്കെ എഴുതി വയ്ക്കണം. ഹസാർഡ്സിന് തിരിച്ച് നമുക്ക് വേർതിരിച്ച് ചെയ്യാൻ പറ്റാതെ പോകേണ്ടതുമാണ്. പക്ഷെ പോകുന്നതിന് മുമ്പ് കുറച്ച് അല്ലെ നിബന്ധനകൾ പാലിച്ചിട്ട് വേണം പോകാൻ എന്നുള്ള രീതിയിലൊക്കെ നിബന്ധനകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ സാധിക്കും, അതായത് കുറച്ചു കൊണ്ടുവരാനൊക്കെ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് കൂടെ ഉള്ളൂ, നമുക്കൊന്ന് ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യാനോ. എഞ്ചിനീയറിംഗ് കൺട്രോൾ enclosing work processes or training work operations, installing general and local ventilation systems and periodic maintenance of equipment. നമ്മൾ എഞ്ചിനീയറിംഗ് കൺട്രോളറിൽ നോക്കുകയാണെങ്കിൽ എന്താണ് അവിടെ വർക്ക് ഓപ്പറേഷൻസ് ഒക്കെ കൃത്യമായിട്ട് തന്നെ പ്രോസസ് എന്താണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇൻസ്റ്റാളിംഗ് ജനറൽ ആൻഡ് ലോക്കൽ വെന്റിലേഷൻ സിസ്റ്റംസ്, അവിടെ വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം അല്ലെ മതിയായ രീതിയിൽ വായു വെളിച്ചൊക്കെ കടക്കത്തക്ക വിധത്തിലുള്ള വെന്റിലേഷൻ സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക. പീരിയോഡിക് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്, അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നടപ്പാക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തന്നെ നടപ്പാക്കി പോവുക. തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളവർക്ക് തീർച്ചയായിട്ടും അതെന്താണ് അങ്ങനെ ഒരു സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് ഒരു അപകടം വരാത്തതൊക്കെ വിധത്തിലുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കേണ്ടതുണ്ട്. വർക്ക് പ്രാക്ടീസ് കൺട്രോൾ, അതേപോലെ തന്നെ വർക്കിന്റെ കാര്യങ്ങളിൽ എങ്ങനെയാണ് കൺട്രോളിംഗ് വരുത്തുന്നതെന്ന് നോക്കാം. ഫോളോയിങ് പ്രോപ്പർ പ്രൊസീജിയേഴ്സ് ദാറ്റ് മിനിമൈസ് എക്സ്പോഷർ വൈൽ ഓപ്പറേറ്റിംഗ് പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോൾ എക്യുപ്മെന്റ്. എക്യുപ്മെന്റ് കൈകാര്യം ചെയ്യുന്നതിലും അല്ലെങ്കിൽ
എന്താണ് പ്രൊഡക്ഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നതിലൊക്കെ അല്ലെ അവിടെ അപകടങ്ങളൊന്നും പൊട്ടിത്തെറികളൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോകേണ്ടതാണ്. അതേമാതിരി തന്നെ ഇൻസ്പെക്ടിങ് ആൻഡ് മെയിൻറ്റെയിനിങ് പ്രോസസ്സ് അതിന്റെ കൺട്രോൾ എക്യുപ്മെന്റ് ഓൺ റെഗുലർ ബേസ് അല്ലെ ദൈനംദിനമായിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ മന്ത്ലി എക്യുപ്മെന്റ് ഒക്കെ അല്ലെ കേടുപാടുകളൊക്കെ ഒന്ന് ചെയ്തു തീർക്കുക. അല്ലെങ്കിൽ അല്ലെ നമ്മള് ചില ഹോസ്പിറ്റലാണെങ്കിലും ചില എക്യുപ്മെന്റ്സ് ഒക്കെ ചിലപ്പോൾ എന്നൊക്കെ പറയുന്നത് എക്യുപ്മെന്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തന്നെ അത് കൈകാര്യം ചെയ്യണം. അത് കേടുപാടുകൾ തീർക്കണം. ചില എക്യുപ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ വീക്കിലിയോ മന്ത്ലിയോ ഒക്കെ ചിലപ്പോൾ വേണമെങ്കിൽ അത് പരിപാലിച്ചു പോകേണ്ട ആവശ്യമുണ്ടാവുള്ളൂ. കേടുപാടുകളൊക്കെ തീർക്കേണ്ടതുണ്ടാവും. അപ്പൊ ഓരോന്നിന്റെയും ആ ഒരു സവിശേഷ സ്വഭാവം അനുസരിച്ചിട്ട് ആ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് തന്നെ എക്യുപ്മെന്റുകളൊക്കെ കൃത്യമായിട്ട് റെഗുലർ ബേസിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ഇംപ്ലിമെന്റിംഗ് ഗുഡ് ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സ്, അതായത് നല്ല കൃത്യമായിട്ട് തന്നെ എല്ലാത്തിനെയും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഓരോന്നിനും ഓരോ സ്ഥലങ്ങളിലൊക്കെ കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളിലൊക്കെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പാക്കി പോവുക. പ്രൊവൈഡിങ് ഗുഡ് സൂപ്പർവിഷൻ, തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാവർക്കും അല്ലെ മേൽനോട്ടം വഹിക്കുന്നവരെല്ലാം കൃത്യമായിട്ട് തന്നെയാണ് ഈ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നത്, ഉപയോഗശേഷമൊക്കെ കൈകാര്യം ചെയ്യുന്നതിനൊപ്പം അത് കൃത്യമായിട്ട് തന്നെ സൂപ്പർവിഷൻ ഒക്കെ നടത്തുക. Then mandating that eating, drinking, smoking, chewing tobacco or gum and applying cosmetic in the regulated areas be prohibited. അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം ചില സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കലും വലിക്കലും കുടിക്കലും അല്ലെ അങ്ങനെയൊക്കെ എന്താണ് ആൽക്കഹോളിക് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ അപകടം പിടിച്ച കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് എന്താണ് പ്രൊഹിബിറ്റഡ് ഏരിയ അല്ലെ നിരോധനമുള്ള ഏരിയകളൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് അത് നിരോധിക്കുക തന്നെ ചെയ്യുക. അതനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തുക അല്ലെ. നമ്മൾ കണ്ടതാണ് വർക്ക് പ്രാക്ടീസ് കൺട്രോൾ, നിയന്ത്രണങ്ങളൊക്കെയാണ് ചിലർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിയന്ത്രണങ്ങൾ വേണ്ട സ്ഥലത്തൊക്കെ തീർച്ചയായിട്ടും നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പൊ 1, 2, 3, 4 പോയിന്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഫസ്റ്റ് വേണം നമ്മൾ പറഞ്ഞു ഫോളോയിങ് പ്രോപ്പർ പ്രൊസീജിയർ ദാറ്റ് മിനിമൈസ് എക്സ്പോഷർ വയർ ഓപ്പറേറ്റിംഗ് പ്രൊഡക്ഷന് ആൻഡ് കൺട്രോൾ എക്യുപ്മെന്റ് അല്ലെ. അവിടെ എന്താണ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടപ്പാക്കുമ്പോഴുണ്ടാവുന്ന പൊട്ടിത്തെറികളൊക്കെ അല്ലെ ഒഴിവാക്കുന്നതിന് മിനിമൈസ് ചെയ്ത് കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ അത് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതാണ്. എക്യുപ്മെന്റ് ആണെങ്കിലും എന്തെങ്കിലും കൺട്രോളിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നിയന്ത്രിച്ച് തന്നെ പോവുക. ഇൻസ്പെക്ടിങ് ആൻഡ് മെയിൻറ്റെയിനിങ് പ്രോസസ് കൺട്രോൾ എക്യുപ്മെന്റ് അല്ലെ. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് എക്യുപ്മെന്റുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അല്ലെ കൃത്യമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുക. അതായത് കേടുപാടുകളൊക്കെ മാറ്റി തീർക്കേണ്ടതുണ്ടെങ്കിൽ അത് സമയാസമയത്ത് തന്നെ കൈകാര്യം ചെയ്യുക. ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുക. പ്രൊവൈഡിംഗ് ഗുഡ് സൂപ്പർവിഷൻ, മേൽനോട്ടം വഹിക്കുന്നവരൊക്കെ നല്ല സൂപ്പർവിഷൻ തന്നെ നടത്തുക അല്ലെ. ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കേണ്ടതൊക്കെ വെക്കുന്നുണ്ട് എന്ന് മേൽനോട്ടം വഹിക്കുന്ന ചുമതലയുള്ള വ്യക്തികളാണ് അത് കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അത് അങ്ങനെ തന്നെ ചെയ്താൽ മാത്രമാണ് ആ എക്യുപ്മെന്റ് ഒന്നും കേടുപാടുകളൊന്നും ഇല്ലാതെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വെച്ചിട്ട് പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടായെങ്കിൽ അതിന്റെ സാധ്യതകൾ കൂടുതലാണ്. മാൻഡേറ്ററി മീറ്റിംഗ് അല്ലെ നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രയോഗിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ ചില കാര്യങ്ങൾ നിരോധിച്ച് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, അതുകൊണ്ടാണ് ഞാനിവിടെ പേജസ് എടുത്ത് പോകുന്നത്. നമുക്ക് ആ ഒരു പോയിന്റും കൂടി എടുത്ത് വെക്കാം. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ കാര്യം. അപ്പൊ നമുക്ക് അടുത്തത് പിന്നോട്ടാണത് എന്താണ് ജോബ് ഹസാർഡ്സ് ആണ്. പലതരത്തിലുള്ള ഹസാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എടുത്താലോ കുഴപ്പമില്ലല്ലോ. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ക്ലിയർ അല്ലേ? കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും കാണാവുന്നത്. എന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക.
അതേപോലെ തന്നെ ചെറിയ ആരൊക്കെയാണ് പേഴ്സണൽ ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആരൊക്കെയാണ്. അതേപോലെ തന്നെ എന്താണ് ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലെ. ഇൻഡസ്ട്രിയൽ ഹൈജീൻ എന്താണെന്നുള്ളത് ജസ്റ്റ് കണ്ടായിരുന്നു. ഈ ഒരു ഭാഗം കൂടി പഠിക്കാം. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. When effective work practice and or engineering controls are not visible to achieve the permissible exposure limit, or while such controls are being instituted and in emergencies, the appropriate respiratory equipment must be used. Okay. തീർച്ചയായിട്ടും നമുക്കറിയാം പല കാര്യങ്ങളിലും അല്ലേ ചില മുൻകരുതലുകളൊക്കെ എന്തായാലും എടുക്കേണ്ടതുണ്ട് അല്ലെ. കുറച്ചും കൂടി ബുദ്ധിമുട്ടേറിയ മേഖലകളൊക്കെ കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ റെസ്പിറേറ്ററി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ ചാൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ് ഒക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്തിട്ട് മാത്രമാണ് അവിടെയൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ പാടുള്ളൂ അല്ലെ. In addition, personal protective equipment such as gloves, safety goggles, helmets, safety shoes, and products of clothing may also be required. ചിലപ്പോഴൊക്കെ നമുക്കറിയാം അല്ലെ, മിക്കപ്പോഴും ചില എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുന്നത് തന്നെ നമുക്കറിയാം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും നമ്മള് തിയേറ്ററിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പോകുന്നത് അല്ലെ. എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ അവിടെ വർക്കേഴ്സിനും കയറി പിടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മള് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്ലൗസും ഗോഗിൾസും അല്ലെ കണ്ണടകളും ഹെൽമെറ്റും സേഫ്റ്റി ഷൂസും ഒക്കെ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവിടെ കൈകാര്യം ചെയ്യുന്നൊക്കെ പോകുന്നത്. കാരണം എന്തെങ്കിലും വീക്ക്നെസ് ഒക്കെ കയറി പിടിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. സോ എപ്പോഴും അതൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. Then to be effective, personal protective equipment must be individually selected, properly fitted and periodically refitted. Continuous, persistently and properly worn, regularly maintained and replaced as necessary. അതായത് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് തന്നെ നമ്മൾ യൂസ് ചെയ്യാലോ നമ്മളുടെ ഫിറ്റ് അനുസരിച്ചിട്ട് അല്ലെ. ആരാണോ ഈ ഹസാർഡ്സ് നിറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് സാധ്യതയുള്ള പ്രോസസ് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഇൻഡിവിജ്വലി അനുയോജ്യമായിട്ടുള്ളത് സെലക്ട് ചെയ്യുക. അവരെ പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ആണോ അല്ലെ. കേസ് ഫിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശരീരത്തിലേക്ക് പറന്നു പിടിക്കേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ പറന്നു പിടിക്കാൻ എപ്പോഴും സാധ്യതയുണ്ട്. അപ്പൊ അവനവന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെ എന്താണ് കൃത്യമായിട്ട് പ്രോപ്പർലി ഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ധരിച്ചതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ഹസാർഡ്സ് നിറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ പ്രവേശിക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഇൻ കേസ് നമുക്കറിയാം വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അല്ലെ കൃത്യമായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ ഒരുപാട് വേസ്റ്റുകളൊക്കെ ഉണ്ട്. അതിൽ ചെയ്യുന്ന പേഴ്സൺസും അല്ലെ ആ സ്റ്റാഫുള്ള വർക്കേഴ്സും തീർച്ചയായിട്ടും നല്ല പ്രിക്കോഷൻസോട് കൂടിയിട്ട് മാത്രമാണ് ഹോസ്പിറ്റൽ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് അസുഖങ്ങൾ പേര് പിടിക്കാനൊക്കെ ലേറ്റാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വേസ്റ്റുകളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും അല്ലെ. അത് നശിപ്പിച്ച് കളയുമ്പോഴൊക്കെ കൃത്യമായിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് അതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുക. നമ്മളത് വില്ലേജ് വേസ്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. സോ ഹസാർഡ്സുകൾ ഉണ്ടാവും. അപ്പൊ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ തന്നെ ഒരു കൺട്രോളിങ് അല്ലെ. അവിടെ ആ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് തന്നെ പോകാനായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു കൺട്രോളിങ് രീതി അവിടെ ഉണ്ടായിരിക്കണം. ഡെയിലിയിലെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് മുമ്പ് തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ധരിക്കണം. ഇതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കണം എന്നുള്ളൊരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ തന്നെ ഉള്ളൊരു കൺട്രോളിങ് സംവിധാനം ചെയ്യണോ. വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ടുകൾ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.